ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. ജനം വിധിയെഴുതി. കോട്ടയം ജില്ലയിൽ വോട്ടെടുപ്പ് സമാധാനപരം. പോളിംഗ് 72% മുകളിൽ. പ്രതീക്ഷയോടെ മുന്നണികൾ. ഇടതുപക്ഷം കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് മന്ത്രി VN വാസവൻ. ജില്ലയിലെ മുഴുവൻ സീറ്റും UDF പിടിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വോട്ടെടുപ്പ് ദിനത്തിലും വ്യത്യസ്തനായി ചാണ്ടി ഉമ്മൻ. ഇടത് ദുർഭരണത്തിനെതിരെയുള്ള പ്രതിഷേധമായി വോട്ട് ചെയ്യാനെത്തിയത് കറുത്ത വസ്ത്രമണിഞ്ഞ്. വോട്ടെടുപ്പ് ദിനം മതസമുദായ നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ ശ്രദ്ധേയമായി. ജയിക്കുന്നവർ വരട്ടെ എന്ന് G. സുകുമാരൻ നായർ. FCRA ഭേദഗതി വിഷയത്തിൽ പ്രതീക്ഷയെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ഭരണമാറ്റം വേണമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. വാർത്തകൾ വിശദമായി. ജനം വിധി എഴുതി കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ജില്ലയിൽ 72.46% വോട്ട് രേഖപ്പെടുത്തി. 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് കോട്ടയം ജില്ലയിൽ സമാധാനപരമായിരുന്നു. വോട്ടെടുപ്പിൽ തടസ്സങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. രാവിലെ 7 മണിക്ക് തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും പോളിംഗ് തുടങ്ങി. ജില്ലയിൽ 72.46% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം രേഖപ്പെടുത്തിയത് വൈക്കത്താണ്. ഇവിടെ 74.47% പേർ വോട്ട് ചെയ്തു. കോട്ടയം മണ്ഡലത്തിൽ 71.46%, പാലായിൽ 71.68%, കടുത്തുരുത്തിയിൽ 68.14%, ഏറ്റുമാനൂരിൽ 72.81%, പുതുപ്പള്ളിയിൽ 70.95% പേർ വോട്ട് ചെയ്തു. ചങ്ങനാശ്ശേരിയിൽ 70.92%, കാഞ്ഞിരപ്പള്ളിയിൽ 71.72%, പൂഞ്ഞാറിൽ 71.57% പേരും വോട്ട് ചെയ്തു. രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവരുടെ നീണ്ട നിര കാണപ്പെട്ടു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഉച്ചയോടുകൂടിയാണ് കൂടുതലായും വോട്ട് ചെയ്യാനെത്തിയത്. യുവജനങ്ങളും പൂർണ്ണമായും വോട്ടെടുപ്പിൽ സഹകരിച്ചു. ജനം വിധി എഴുതി കഴിഞ്ഞു. ഇനിയുള്ള ഒരു മാസക്കാലം പ്രതീക്ഷകൾ മാത്രമേ സ്ഥാനാർത്ഥികൾക്കും മുന്നണി നേതാക്കൾക്കുമുള്ളൂ. ജയപരാജയങ്ങൾ കൂട്ടിയും കിഴിച്ചും സ്ഥാനാർത്ഥികളുടെ കണ്ണുകൾ ഇനി വോട്ടെണ്ണൽ ദിനത്തിലേക്ക്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലെയും മുഴുവൻ സ്ഥാനാർത്ഥികളും തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കഴിഞ്ഞ തവണത്തേതിൽ കൂടുതൽ സീറ്റുകൾ നേടി 3ാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് VN വാസവൻ. കോട്ടയം ജില്ലയിലെ മുഴുവൻ സീറ്റും UDF പിടിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഏറ്റുമാനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി VN വാസവൻ വോട്ട് രേഖപ്പെടുത്തിയത് പാമ്പാടി MGM സ്കൂളിലാണ്. ഭാര്യയോടും മക്കളോടും ഒപ്പം എത്തിയാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. കേരളത്തിൽ കഴിഞ്ഞ തവണത്തേതിൽ കൂടുതൽ സീറ്റ് നേടി LDF 3ാം തവണയും തുടർ ഭരണത്തിൽ വരുമെന്ന് വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ 2021 കൂടുതൽ സീറ്റ് നേടി LDF 3ാം ഊഴത്തിലേക്ക് എത്തിച്ചേരുന്നു. കേരളത്തിൻ്റെ ഇന്നത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്ന ഘട്ടമെത്തിയപ്പോഴുള്ള ഒരു പൊതുസ്ഥിതി. അതുകൊണ്ട് 380 സീറ്റായിരുന്നു 2000. അതിനേക്കാൾ കൂടുതൽ സീറ്റ് എന്തായിരുന്നാലും. എന്നാൽ മന്ത്രി കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ബൂത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നീണ്ട നിരയുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ക്യൂവിൽ നിൽക്കാതെ വേഗം തന്നെ വോട്ട് ചെയ്ത് മടങ്ങി. മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മറിയപ്പള്ളി SNDP സ്കൂളിലാണ് വോട്ട് ചെയ്തത്. ഭാര്യയോടും മക്കളോടും ഒപ്പം എത്തിയ അദ്ദേഹം ഏറെ നേരം ക്യൂ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. വലിയ വിജയപ്രതീക്ഷയാണ് UDFിനുള്ളത്. അത് കോട്ടയം ജില്ലയിലെ 9 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് കാണുന്നത്. ജനങ്ങൾ UDFിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ പോളിംഗ് ബൂത്തിൽ അവർ സജീവമായിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ മറിയപ്പള്ളിയിൽ എൻ്റെ ബൂത്തിൽ വോട്ട് ചെയ്യാനായിട്ടാണ് പോയത്. അവിടെ ഇന്ന് വരെ ഈ സമയത്ത് ഇതേപോലെ ഒരു ജനക്കൂട്ടത്തെ കണ്ടിട്ടില്ല. വലിയ ക്യൂ ആണ് രാവിലെ തന്നെ ഉള്ളത്. ഇത് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി തീരുമാനമെടുത്തിരിക്കുന്ന ജനതയുടെ ആവേശമാണ് ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തുകളിൽ കാണുന്നത്. വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലും
വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കും. NDA സ്ഥാനാർത്ഥി ആതിര D. നായരും രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. പുന്നത്തുറ വെസ്റ്റ് ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു സ്ഥാനാർത്ഥിക്ക് വോട്ട്. കോട്ടയം മണ്ഡലത്തിലെ സിറ്റിംഗ് MLAയും UDF സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വയസ്കര ഗവൺമെന്റ് UP സ്കൂളിലെത്തിയാണ് വോട്ട് ചെയ്തത്. തിരക്കേറിയ സമയത്തെത്തിയ അദ്ദേഹവും ഏറെ നേരം ക്യൂ നിന്നാണ് തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. കോട്ടയം ജില്ലയിൽ UDF 100% വിജയം നേടുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഒരു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഇപ്രാവശ്യവും കോട്ടയത്ത് നിന്ന് ജയിക്കുമെന്നുള്ള വിശ്വാസമാണ്. നല്ല വിശ്വാസം. ഞാൻ സർക്കാരിനെതിരെ എന്നല്ല, പുറത്ത് കാണുന്ന അന്തരീക്ഷം വെച്ച് നോക്കിയാൽ വലിയ വ്യത്യാസമാണ്. ജനങ്ങളുടെ അസംതൃപ്തിയും ഭക്ഷണവും നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ട് അതെല്ലാം വോട്ടായിട്ട് മാറുകയും ചെയ്യും. അവസാനത്തെ നിമിഷത്തിൽ അതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വമ്പിച്ച വിജയം അതാണ് ഉണ്ടാകാൻ പോകുന്നത്. കോട്ടയത്ത് നമുക്ക് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ? കോട്ടയം ജില്ലയിലോ? കോട്ടയം ജില്ലയിൽ ഞങ്ങൾ 10% വേണ്ടിയല്ലേ നോക്കുന്നത്. 9 സ്ഥലത്ത് കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. 9-ൽ 9 അതാണ് ഞങ്ങളുടെ മോഹം, അതാണ് ജനങ്ങളുടെ അഭിലാഷമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. LDF സ്ഥാനാർത്ഥി K. അനിൽകുമാർ തിരുവാർപ്പ് UP സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. NDA സ്ഥാനാർത്ഥി P. അനിൽകുമാർ വെള്ളുത്തുരുത്തി ഗവൺമെന്റ് UP സ്കൂളിൽ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി. പുതുപ്പള്ളി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി രാവിലെ 11 മണിയോടെ പുതുപ്പള്ളി സെന്റ് ജോർജിയൻ സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രമിട്ടാണ് അദ്ദേഹം വോട്ട് ചെയ്യാനെത്തിയത്. LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ നെന്മല ഗ്രാമസേവിനി റിക്രിയേഷൻ ക്ലബിലെത്തി വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാകത്താനം നാലുനാക്കൽ സെന്റ് ഏലിയാസ് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. കാഞ്ഞിരപ്പള്ളി മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ N. ജയരാജ് ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം എത്തി ചമ്പക്കര ശാരദാ വിദ്യാമന്ദിർ സ്കൂളിലാണ് വോട്ട് ചെയ്തത്. പൊതുവായ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നല്ല വിജയപ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മപ്രതീക്ഷയിലാണ് ഞാൻ. സംസ്ഥാനത്തൊരു തുടർ ഭരണം ഉണ്ടാകും. ജനങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള എൻ്റെ യാത്രക്കിടയിൽ, ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. പ്രധാനമായിട്ടും ഉയർത്തിക്കാണിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, സംസ്ഥാനത്തുണ്ടായ മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ നിയോജകമണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ. ഈ 2 കാര്യങ്ങൾ നമ്മൾ വികസനത്തെ മാത്രം ഊന്നൽ നൽകിക്കൊണ്ടാണ്. മറ്റ് യാതൊരു വിഷയവും നമ്മുടെ തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ വന്നില്ല. പൊതുവായ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. UDF സ്ഥാനാർത്ഥി റോണി K. ബേബി ആനക്കല്ല് സെന്റ് ആന്റണി സ്കൂളിലാണ് വോട്ട് ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം ഭാര്യയും ഉണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥി ജോർജ് കുര്യന് കടുത്തുരുത്തി മണ്ഡലത്തിലായിരുന്നു വോട്ട്. രാവിലെ തന്നെ അദ്ദേഹം പ്രവർത്തകർക്കൊപ്പം എത്തി കടുത്തുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്ത് മടങ്ങി. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വാഴപ്പള്ളി സെന്റ് തെരേസാസ് HSSലും സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലും വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വോട്ടെടുപ്പ് ദിനത്തിലും വ്യത്യസ്തനായി ചാണ്ടിയുമ്മൻ. കറുത്ത വസ്ത്രമണിഞ്ഞാണ് പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ വോട്ട് ചെയ്യാനെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വ്യത്യസ്തതകളുമായാണ് പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ ജനങ്ങളെ സമീപിച്ചത്. പ്രചരണത്തിന് ഫ്ലെക്സും പോസ്റ്ററുകളും ഉപേക്ഷിച്ച് ചാണ്ടിയുമ്മൻ രാജ്യത്ത് തന്നെ ശ്രദ്ധ നേടിയിരുന്നു. മണ്ഡലത്തിലാകമാനം സൈക്കിളിൽ സഞ്ചരിച്ചാണ് ചാണ്ടിയുമ്മൻ വോട്ട് തേടിയത്. വോട്ടെടുപ്പ് ദിനത്തിലും വ്യത്യസ്തനായിരുന്നു ചാണ്ടിയുമ്മൻ. ഇടത് ദുർഭരണത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രമണിഞ്ഞാണ് ചാണ്ടിയുമ്മൻ വോട്ട് ചെയ്യാനെത്തിയത്. പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിലെ 14 നമ്പർ ബൂത്തിലാണ് ചാണ്ടിയുമ്മൻ വോട്ട് ചെയ്തത്. അമ്മ മറിയാമ്മ ഉമ്മൻ, സഹോദരി മറിയ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം എത്തിയത്. പിതാവ് ഉമ്മൻചാണ്ടിയെ ഇടത് സർക്കാർ വേട്ടയാടിയെന്നും ഇന്ന് ഏറ്റവും വേദനയുള്ള ദിനമാണെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിനും യുവാക്കൾ തടിച്ചുകൂടി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം നിർണായക സ്വാധീനമുള്ള മതസമുദായ നേതാക്കൾ നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമായി. മുൻ രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ എവിടെയും തൊടാത്ത രീതിയിൽ നടത്തിയ പ്രസ്താവന. FCRA ഭേദഗതിയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക ശമിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതായി സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ തോമസ് തറയിലിന്റെ പ്രതികരണം. വോട്ടെടുപ്പ് നടന്ന ദിവസം നിർണായക സ്വാധീനമുള്ള മതസമുദായ നേതാക്കൾ നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമായി. ഒരു മുന്നണിയെയും പ്രീണിപ്പിക്കാനോ പിണക്കാനോ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. ഭരണം മാറണോ എന്ന കാര്യത്തിലും ഭരണവിരുദ്ധമോ അനുകൂലമോ ആയ തരംഗമുണ്ടോ എന്ന കാര്യത്തിലും സുകുമാരൻ നായർ
അഭിപ്രായം പറഞ്ഞില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിലോ യുവതി പ്രവേശനത്തിലോ സർക്കാരിനെ കുറ്റപ്പെടുത്താനും സുകുമാരൻ നായർ തയ്യാറായില്ല. ജനാധിപത്യം വിജയിക്കണം, അതിന് നിലവിലുള്ള സാഹചര്യങ്ങൾ പഠിച്ച് ഓരോ വോട്ടറും വോട്ട് ചെയ്യണം. ഇതാ എൻ്റെ നിലപാട്. ഇല്ല. ആരാ ജയിക്കുന്നത് വെച്ചാൽ അവർ വരട്ടെ, അല്ലാതെ ഇപ്പം മാറ്റണമെന്നും മാറ്റണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ജനാധിപത്യം വിജയിക്കണം, അതിനനുസരിച്ചുള്ള നിലപാട് ജനങ്ങൾ സ്വീകരിക്കണം. അത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനതിൽ കക്ഷിയാണ്. എനിക്കതിനെപ്പറ്റി ഇപ്പോൾ മറുപടി പറയാം. സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കണം, അതിന് യാതൊരു സംശയവുമില്ല. അത് കോടതിയും ഗവൺമെൻറ്റും അത് വേണ്ടവണ്ണം അതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നടക്കട്ടെ. FCRA ഭേദഗതിയിൽ ക്രൈസ്തവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെയോ BJPയുടെ നേരെയുണ്ടായ പ്രതിഷേധത്തെ തണുപ്പിക്കുന്ന മട്ടിലുള്ളതായിരുന്നു റോമൻ കത്തോലിക്ക സഭയിലെ പ്രമുഖ മേലധ്യക്ഷനായ മാർ തോമസ് തറയിലിന്റെ പ്രതികരണം. അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അപ്പം ചർച്ചയിൽ നമുക്ക് പ്രതീക്ഷകളുണ്ട്. നമുക്ക് ഇപ്പം ഇലക്ഷനൊക്കെ ആയതുകൊണ്ട്, ഇലക്ഷൻ ദിവസം ആയതുകൊണ്ടും വലിയ പ്രതികരണങ്ങളൊന്നും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നമുക്ക് എപ്പോഴും ഓരോ ഇലക്ഷനും നല്ല പുതിയ പ്രതീക്ഷകളാണല്ലോ തരുന്നത്. നമുക്ക് മെച്ചപ്പെട്ട ഭരണം ലഭിക്കുന്നു, മെച്ചപ്പെട്ട ആൾക്കാർ ഭരണത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണല്ലോ ഇത്രയും ജനങ്ങൾ ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് തന്നെ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന തരത്തിൽ പലതരത്തിൽ സർവ്വകളൊക്കെ അത് ഈ മെത്രാന്മാരെല്ലാം രാഷ്ട്രീയ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് മതി വലിയ പ്രശ്നമാകാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വല്ലതൊക്കെ പറയാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മലങ്കര സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ കോട്ടയം മുട്ടമ്പലത്താണ് വോട്ട് ചെയ്തത്. ഭരണമാറ്റം വേണമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. കോട്ടയം മുട്ടമ്പലം മുനിസിപ്പൽ ലൈബ്രറിയിലാണ് മലങ്കര സഭാധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ തൃതീയൻ കാതോലിക്ക ബാവ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഇന്ന് ജനങ്ങൾ രാജാക്കന്മാരും സ്ഥാനാർത്ഥികൾ വിനീത ദാസന്മാരുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണമാറ്റം വേണമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. FCRA ബിൽ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആറന്മുളയിൽ ആര് ജയിച്ചാലും സന്തോഷമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാറ്റം ഉണ്ടാകണോ എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾക്കറിയാമല്ലോ. അവർ ഈ കാര്യങ്ങൾ കേന്ദ്രത്തിലെയും കേരളത്തിലെയും ഒക്കെ ഭരണമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. അവർക്കതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായി അവർ ആത്മാർത്ഥമായി സഹകരിക്കുമെന്നാണ് എൻ്റെ വിചാരം. അതറിയാൻ പാടില്ല. ഈ FCRA അടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുന്ന ഒരു സമയത്തുമാണ് ഈ പറയുന്നത്. അതെ, ഈ സഭകളുടെയൊക്കെയുള്ള ഒരു പ്രതിഷേധം, ഈ ഒരു ആശങ്കയും പ്രതിഷേധവും ഒക്കെ ഈ മഷിയിലൂടെ രേഖപ്പെടുത്തും. ജനങ്ങളെ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യമാണ് അവർക്ക്. അത് നേതാക്കന്മാർക്ക് മാത്രമല്ല, ജനങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ബോധ്യത്തിൽ അവർ വേണ്ടതായ പ്രതികരണം നടത്തുമെന്നാണ് എൻ്റെ വിചാരം. ആറന്മുളയിൽ സഭാമക്കളാണ് രണ്ടുപേർ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ. ആര് ജയിച്ചു വന്നാലും എനിക്ക് സന്തോഷം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലെല്ലാം വോട്ടർമാരുടെ നീണ്ട നിര തന്നെ കാണപ്പെട്ടു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് എം നേടുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. പാലാ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ മുതൽ തന്നെ നീണ്ട ക്യൂ ദൃശ്യമായിരുന്നു. ജനങ്ങൾ വളരെയധികം ആവേശത്തോടെയാണ് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ബൂത്തുകളിൽ എത്തിയത്. കൂടുതൽ സീറ്റ് നേടി വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയും ഭൂരിപക്ഷം ഉയരുമെന്ന് UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പനും 3 മുന്നണികളുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഇതായിരിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജും പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് എം ഇപ്രാവശ്യം വിജയിക്കുമെന്നും ഇടതുപക്ഷം കേരളത്തിൽ നേട്ടം കൈവരിക്കുമെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പാലായിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എക്കാലവും പോരാട്ടം കൈവിടില്ലെന്നും പോരാട്ടത്തിലൂടെയാണ് വിജയം കൈവരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഡീലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് മറന്നേക്ക് പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം ജനങ്ങളിലുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും പോകേണ്ടി വന്നു. അവിടെയൊക്കെ ഞാൻ കാണുന്നത് അനുകൂലമായ പ്രതികരണമാണ്. കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് പാർട്ടിക്ക് എത്രയാണോ ലഭിച്ചത് അതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ കേരള കോൺഗ്രസ് എം വിജയിച്ചു മുന്നേറും. അത് വലിയൊരു പ്രതീക്ഷയാണ്.
വലിയൊരു മുന്നേറ്റമായിരിക്കും. കേരള സംസ്ഥാനത്തുടനീളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് ഏത് പ്രതിസന്ധിയിലും നേതൃത്വം സർക്കാരാണ്. തീർച്ചയായും ആ ഇടത് സർക്കാരിന് കേരള ജനതയ്ക്കും നേട്ടം തുടർഭരണത്തിലേക്ക്. ഇപ്രാവശ്യം തന്റെ ഭൂരിപക്ഷം ഉയരുമെന്ന UDF സ്ഥാനാർത്ഥി മാൻസി കാപ്പൻ പാലാ കാനാട്ടുപാറ പോളിടെക്നിക് കോളേജിൽ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. BJP കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ട് നില മെച്ചപ്പെടുത്തുമെങ്കിലും തന്റെ ഭൂരിപക്ഷത്തെ അത് ബാധിക്കില്ലെന്നും കാപ്പൻ പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം ഈ വർഷം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിന് ഭൂരിപക്ഷം ഈ കൃത്യമായിട്ട് ജോസ് കെ മാണി വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ആകാനുള്ള സാധ്യത. ഒരു നേരത്തെ മണിസി കമ്പനിയിലേക്ക് വന്ന വോട്ടുകൾ ഇപ്പോൾ ഷോണോട് നിൽക്കുന്നുണ്ട് സ്പ്ലിറ്റ് ആകാനുള്ള ഒരു പോസിബിലിറ്റി. ജോസ് കെ മാണി വിളിച്ച വോട്ടുകൾ ഒരു കാരണവശാലും അത് ജോസ് കെ മാണി തോൽപ്പിക്കണമെന്ന് എന്നും ഉറച്ച് ആഗ്രഹിക്കുന്നതല്ല. അത് ഷോണിൽ ചെയ്യേണ്ട കാര്യമില്ലെന്ന് അവർക്ക് വ്യക്തമായിട്ടില്ല. 3 മുന്നണികളുള്ള അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യത്തെയെന്നും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ 2 മുന്നണികൾ മാത്രമേ കാണുകയുള്ളൂ എന്നും അതിലൊന്ന് NDA ആയിരിക്കുമെന്നും പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് പറയുന്നു. പാല പൊയിലയന്നൂർ ആശ്രമം LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് 3 മുന്നണികളുള്ള അവസാന തെരഞ്ഞെടുപ്പായിരിക്കും. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2 മുന്നണികളെ ഉണ്ടാവും. അതിലൊന്ന് NDA. ന്യൂസ് ബ്യൂറോ പാല. കഴിഞ്ഞ 10 വർഷമായി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇടത് സർക്കാരിന് തുടർച്ചയുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് M ജില്ലാ ജനറൽ സെക്രട്ടറി PK ആനന്ദക്കുട്ടൻ. കോട്ടയത്ത് കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതായിരുന്നു PK ആനന്ദക്കുട്ടൻ. കേരളത്തിലെ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാമത് ഒരംഗത്തിന് തയ്യാറായി കേരളം സാക്ഷിയാകുകയാണ്. ഈ വോട്ടെടുപ്പ് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പായി മാറുകയാണെന്ന് മാത്രമല്ല, കേരളത്തിലെ ക്ഷേമവും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളെല്ലാം 10 വർഷക്കാലമായി ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു തുടർ ഭരണമാണ് ആവശ്യപ്പെടുന്നത്. അതിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അതിന് തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഇന്ന് കേരളം മാറും. മേടമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വിഷുദിനത്തിൽ പുലർച്ചെ 4 മണി മുതലാണ് വിഷുക്കണി ദർശനം. മേടവിഷുവിനും മേടമാസ പൂജകൾക്കുമായി ശബരിമല നട നാളെ വൈകിട്ട് തുറക്കും. വൈകുന്നേരം 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. തുടർന്ന് 18ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകരും. ഏപ്രിൽ 15-ന് വിഷുദിനത്തിൽ പുലർച്ചെ 4 മണി മുതൽ വിഷുക്കണി ദർശനം നടക്കും. മേടവിഷുവും മേടമാസ പൂജകളോടും അനുബന്ധിച്ച് തുടർച്ചയായി 9 ദിവസം ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരമുണ്ടായിരിക്കും. മേടമാസ പൂജകൾ പൂർത്തിയാക്കി ഏപ്രിൽ 18-ന് രാത്രി 10 മണിക്ക് ശബരിമല നടയടയ്ക്കും. ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തർ വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിനുള്ള സ്ലോട്ടുകൾ ഉറപ്പാക്കണം. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനം വിധിയെഴുതി. കോട്ടയം ജില്ലയിൽ വോട്ടെടുപ്പ് സമാധാനപരം. പോളിംഗ് 72% മുകളിൽ. പ്രതീക്ഷയോടെ മുന്നണികൾ. ഇടതുപക്ഷം കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് മന്ത്രി VN വാസവൻ. ജില്ലയിലെ മുഴുവൻ സീറ്റും UDF പിടിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വോട്ടെടുപ്പ് ദിനത്തിലും വ്യത്യസ്തനായി ചാണ്ടി ഉമ്മൻ. ഇടത് ദുർഭരണത്തിനെതിരെയുള്ള പ്രതിഷേധമായി വോട്ട് ചെയ്യാനെത്തിയത് കറുത്ത വസ്ത്രമണിഞ്ഞ്. വോട്ടെടുപ്പ് ദിനം മതസമുദായ നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ ശ്രദ്ധേയമായി. ജയിക്കുന്നവർ വരട്ടെ എന്ന് G സുകുമാരൻ നായർ. FCRA ഭേദഗതി വിഷയത്തിൽ പ്രതീക്ഷയെന്ന് ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ഭരണമാറ്റം വേണമോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.